ഹലോ, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമുക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടീച്ചർ ഉണ്ടാവില്ലേ? അത് മേ ബി നമ്മുടെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചതായിരിക്കാം. പക്ഷേ അവർ ഇനി നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ആ ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ നമ്മൾ മറക്കാനേ പോകുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചർക്ക് കൊടുക്കാനുള്ളതാണ് ഈ ഒരു ഗിഫ്റ്റ് കേട്ടോ. സമയമില്ലടോ, നാളെയാണ് ടീച്ചേഴ്സ് ഡേ. പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓൺ എക്സാമും ടീച്ചേഴ്സ് ഡേയും ഒരുമിച്ച് വന്നൊരവസ്ഥയല്ലേ? പക്ഷേ വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾ എന്തായാലും ഫുൾ ടൈം ഇരുന്ന് പഠിക്കൊന്നുമില്ലല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ടും മൊബൈൽ തോണ്ടാനായിട്ടും ടി വി കാണാനൊക്കെ ആയിട്ട് എണീറ്റ് പോകുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയം മതിയിട്ട് ഒരു കാർഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർഡ്. സിമ്പിളാണ് കേട്ടോ. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു ബോർഡർ വരയ്ക്കണം. പിന്നെ എന്തേ ഒരു വള വെച്ചിട്ടോ അല്ലെങ്കിൽ കോമ്പസ് വെച്ചിട്ടോ ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അകത്ത് ഫുള്ളായിട്ട് യെല്ലോണ്ട് ലൈൻസ് വരച്ചു. യെല്ലോ സ്കെച്ച് പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പെൻസിൽ കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ബ്ലാക്ക് ആണ് യെല്ലോയിലോട്ട് ഒന്നും കൂടി മാച്ച് ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ മാർക്കർ എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ വരച്ച ആ ഔട്ട്ലൈനും സർക്കിളിൻ്റെ പുറത്തുള്ള റെക്റ്റാങ്കിളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. മാർക്കർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉള്ളിൽ നമ്മൾ ടീച്ചേഴ്സ് ഡേൻ്റെ ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് എഴുതിയെടുത്തിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ, യു ആർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അകത്തെ പോർഷൻ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു ഭംഗി കുറവില്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളെ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന ഡിസൈൻ എന്താണോ അത് മാത്രം വരയ്ക്കാം. എനിക്കിപ്പോൾ ഇവിടെ സ്റ്റാറാണ് ഈസി ആയിട്ട് തോന്നിയപ്പോൾ സോ ഞാൻ സ്റ്റാർ വരച്ചു. ഇനിയിപ്പോൾ ഡോട്ട് ഇടാനാണെങ്കിൽ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കാർഡ്. ഒരു സിമ്പിൾ കാർഡാണ്. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് വല്ല ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണല്ലേ പെൻ. അതൊക്കെ നമുക്ക് ഈ കാർഡിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി സെക്കൻഡ് ഏറ്റവും സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും വരയ്ക്കാൻ. ഡ്രോയിങ്ങോ ഒന്നും അറിയേണ്ടതില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ നോർമൽ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് എല്ലാ കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ന പാറ്റേണൊന്നും അല്ലെങ്കിൽ ഒരുപോലെ വരുന്ന കളറൊന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ മുക്കുന്ന തോന്നുന്ന കളർ ഏതാണോ ആ ജസ്റ്റ് ആ കളർ മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോകാം കേട്ടോ. അങ്ങനെ പേപ്പർ ഫുള്ളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ കളർ ചെയ്തിട്ടൊന്ന് എടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ 3 കാർഡ്സാണ് നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. അതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചറുടെ നെയിമും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ സെക്കൻഡ് കാർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വാട്ടർ കളർ വെള്ളം വെച്ചിട്ടാണല്ലോ, അപ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. A4 പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്താൽ മതി. മടക്കിയിട്ടൊന്ന് ഒട്ടിച്ചാൽ കുറച്ചും കൂടെ കട്ടി വരുമല്ലോ. ഫസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് A4 ഷീറ്റിൽ തന്നെ ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ട് പേപ്പറിൻ്റെ കട്ടി കുറച്ച് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൊടുത്ത് ഏകദേശം എല്ലാ കളറും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്കെച്ച് ഏതാണോ അത് വെച്ചിട്ട് ജസ്റ്റ് എഴുതുക. ഞാനിവിടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം നന്നായി ഉണങ്ങിയിട്ട് ശേഷം മാത്രം എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതേ അവിടെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് കേട്ടോ ഞാൻ എഴുതിയത്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്താണോ എഴുതേണ്ടത് അത് അവിടെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് ബ്ലാങ്ക് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഹാർട്ടൊക്കെ അവിടെ ഇവിടെ റാൻഡമായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തേർഡ് വണ്ണാണ്. വിൻറ്റേജ് ലുക്കില്ലാതെ എന്തില്ലേ? നമ്മളെപ്പോഴും വിൻറ്റേജിൽ പഠിക്കുന്ന ആളാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ വിൻറ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാർഡ് അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ക്യാരി ബാഗില്ലേ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ പീസ് കൈകൊണ്ട്, നമ്മളെപ്പോഴും പറയുന്നതാണ് കൈകൊണ്ട് വെച്ച് കയറുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അത് ഞാൻ കൈകൊണ്ട് വെച്ച് കയറിയിട്ട് പേപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ കീറുമ്പോൾ തന്നെ കറക്റ്റ് കീറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ബാക്കി വരുന്ന പോർഷൻ അതൊന്ന് മറിച്ചിട്ട് വെട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കണ്ടോ, എനിക്ക് വേണ്ട ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്തു. മുകളിലും അതുപോലെ പോർഷന് വേണ്ട പോലെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് പേപ്പർ ഒന്ന് മറിച്ചെടുത്തിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ അത് ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും.
ഇനി നമുക്ക് കോട്ട് എഴുതണ്ടേ അല്ലേ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നോ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണമല്ലോ, ടീച്ചേഴ്സ് ഡേക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതേ നമ്മൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തു, എന്നിട്ട് ഇതാ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട്, ഞാൻ കുറച്ച് വലിയ പേപ്പറിലാണല്ലോ എഴുതിയത്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് സൈസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പേപ്പറും വൈറ്റ് ആയതുകൊണ്ട് ഇത് നോർമലി അങ്ങോട്ടേക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാനുള്ള ചാൻസ് ഒന്നുമില്ല അല്ലേ, വൈറ്റിൽ വൈറ്റ് തന്നെ ഒട്ടിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നും ജസ്റ്റ് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ട് അതിന്മേൽ ഈ ഒരു കോട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പോൾ അതൊന്ന് ഒന്നും കൂടെ ഭംഗിയായില്ലേ. അപ്പോൾ ഇനി നമ്മളത് സെൻറ്ററിൽ ആ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എഴുതിയ കോട്ടൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്ത് പരിപാടി വേണം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെയായിട്ട് ഇങ്ങനൊരു പാറ്റേൺ, മുകളിലും ഒരു ചെടി പോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വാഷി ടേപ്പ് ഉണ്ടാക്കാം അതിലൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്, ആ പേപ്പറിൻ്റെ പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ആണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നേരെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നേരെയും കുത്തനെ എന്ത് ചെയ്യുക, ലൈൻസ് കുറച്ച് വരച്ചെടുത്താൽ നമുക്ക് നല്ല അടിപൊളി വിൻറ്റേജ് വാഷി ടേപ്പ് കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ, നല്ല ഭംഗിയാണ് ഒട്ടിച്ചെടുത്താൽ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേ ഗ്ലൂ വെച്ചിട്ട് ഞാൻ താഴെ ഒരു പോർഷനും ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഒട്ടിക്കുന്നുണ്ട്, മുകളിലും അതുപോലെ ഹൊറിസോണ്ടലായിട്ട് കേട്ടോ നേരെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുകളിലത്തെ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഇത്രേ തന്നെ നിങ്ങൾക്ക് നിർത്താം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഞാൻ ആ മുകളിലത്തെ പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത ക്യാരി ബാഗിൻ്റെ പോർഷനില്ലേ, അവിടെ നിന്ന് തന്നെ ഒരു ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു ഡോട്ടഡ് ലൈൻ ഔട്ട്ലൈനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മിസ്സിൻ്റെ പേരൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തേർഡ് കാർഡും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ നെയിമും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നോർമലി പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ.